ചെറിയൊരു അബദ്ധം പറ്റി ഗായ്സ്. താക്കോലി രാജിന്റെ അടുത്തായി പോയി. അയ്യോ. ഹായ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങിൻ്റെ കറിയായിരുന്നു. കറിയല്ല, ഡ്രൈ ആക്കിയിട്ടുള്ളൊരു ഫ്രൈ പോലെ ആക്കി എടുത്തതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു. വാവാച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി അവളെ ഞാൻ സ്കൂളിൽ ബസ് കയറ്റി വിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പോകുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. അപ്പോൾ ഇഷ്ടം പറഞ്ഞ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഭയങ്കര വലിയതാണ്, എന്നാൽ നീയും കൂടി പോരുമെന്ന്. ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് ഞാനും വരണമെന്ന്. അപ്പോൾ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞ എന്നാൽ നീയും കൂടി പോര്, അവിടെ കാണാൻ കുറച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിതാ പോസ്റ്റ് ഓഫീസിലെത്തി. അപ്പോൾ വണ്ടി എടുത്തില്ല, നമ്മൾ ഓട്ടോനാണ് പോയിട്ടുണ്ടായിരുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ വണ്ടിയിൽ പോയാൽ പണി കിട്ടും. അപ്പോൾ ആധാർ ശരിയാക്കേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ഇതാ പോസ്റ്റ് ഓഫീസ് ശരി തന്നെയാണ്, വലിയ പോസ്റ്റ് ഓഫീസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പോസ്റ്റ് ഓഫീസ് കാണുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുഞ്ഞതല്ലേ ഉണ്ടാവുക. എന്നിട്ട് നമ്മളിങ്ങനെ പറയലായിരുന്നു ഇത് കാണുമ്പോൾ ഒരു കോട്ടയൊക്കെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ആധാറിൻ്റെ ഇത് എവിടെയാണെന്നൊക്കെ നോക്കി അങ്ങനെ അവിടെ എത്തി ഫോമൊക്കെ ഫില്ല് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കുറേ ഇതുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരില്ല, ജസ്റ്റ് തുറന്നിട്ട് 8 മണി മുതൽ സ്റ്റാർട്ടിങ് ആണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വിൽപ്പനക്കെല്ലാം ഉണ്ട്. സ്റ്റാമ്പുകൾ, പിന്നെ നമ്മളെ ഗംഗാജലല്ലേ അതൊക്കെ ഉണ്ട് അവിടെ വിൽപ്പനക്ക്. അപ്പോൾ കുറച്ച് വിശേഷം കാണിച്ചു തരാം ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് നോർമൽ റോഡ് സൈഡാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ കാണാൻ. അങ്ങനെ ഞാനിതാ ഒരു വീഡിയോ എടുത്തതാണ്. എവറസ്റ്റിന്റെ ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മൗണ്ട് എവറസ്റ്റ്, അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ട്രിഗ്നോമെട്രി ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. മനസ്സിലായില്ല? നല്ല രസമുണ്ടല്ലേ, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് തന്ന ഫോമിനകത്ത് ഒരു നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് 51 ആയിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, 51 ആവാൻ എന്തായാലും സമയം എടുക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പുറത്തെല്ലാം പോയി കുറച്ച് നേരം ആടുന്ന് ചുറ്റി കളിച്ച് അങ്ങനെയല്ല സമയം കളഞ്ഞത്. പക്ഷേ എങ്കിൽ സംഭവം അതൊന്നും അല്ലായിരുന്നു. നമ്മളെ ഉള്ളിലെത്തി, എന്നിട്ടും നമ്മൾ പുറത്ത് കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇവിടെ നമ്പർ വൈസ് ഒന്നല്ല കയറുന്നത്, ആ ഉള്ളിലിരിക്കുന്നത് കണ്ടോ അത് ലൈനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആൾക്കാർ കയറി പോകുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന അയാൾ അവരോട് ഭയങ്കരമായിട്ട് സംസാരിക്കലാണ്. അവർ രാവിലെ വന്നിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫോം വാങ്ങിയിട്ട്, അപ്പോൾ അതിൽ 6ഉം 7 അങ്ങായിട്ടായിരുന്നു അവരെ നമ്പർ. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതൊന്നല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ രായിഷനും അവരോട് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അവിടെ വന്നിരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളാ ഫസ്റ്റ് എന്നിട്ട് ഇങ്ങനെ നിൽക്കലായിരുന്നു. എന്നാലും അതിൻ്റെ ഇടയിൽ നമ്മളും പോയി ഇരുന്ന് കാര്യമില്ല, നമ്മളും ആരോടും ചോദിച്ചില്ല, അവർ പറഞ്ഞുമില്ല. അതുകൊണ്ട് നല്ല പണി കിട്ടി. അപ്പോൾ പിന്നെ നമ്മളത് കഴിയാൻ ലേറ്റായി, 2:15 അവിടുന്ന് വരുമ്പോഴത്തേക്ക്. അപ്പോൾ വാവാച്ചി 2 മണിക്ക് സ്കൂൾ വിട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ധന്യനോട് ഒന്ന് അവളെ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാവാച്ചിനെ ആ ഒരു വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രായിഷിന് പല്ലിൻ്റെ ആശുപത്രിയിലൊന്ന് പോകണമായിരുന്നു. അപ്പം ഞാൻ ഒറ്റക്കാന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ.
ഞാൻ എന്നിട്ട് ഒരു 2:45 അവരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ അവിടുന്ന് കൂട്ടി ഞാൻ വീട്ടിലേക്ക് വീട്ടിൽ വന്ന് ഡോറ് തുറക്കണ്ടിട്ട് ബാഗിൽ താക്കോല് നോക്കുമ്പോൾ അന്ന് താക്കോല് രാജേഷിൻ്റെ കയ്യിലാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നിന്നില്ല. അപ്പോൾ വാവാച്ചി ഫുഡ് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ സ്റ്റെയർ കേസിലിരുന്ന് ഉറങ്ങുകയെല്ലാം ചെയ്ത്. വേറെന്താ ചെയ്യണ്ടേ? പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ എടുക്കാൻ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വടി കൊടുത്ത് അടി വാങ്ങുക എന്നെല്ലാം പറയുന്നില്ല, അതാ സംഭവിച്ചത്. ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിയൊരു സംഭവമാണ്. ഞാൻ വരട്ടേയും ചോദിച്ച് അങ്ങോട്ടേക്ക് പോയതാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാലും കുഴപ്പമില്ല, നല്ല ദിവസമായിരുന്നു. അപ്പോൾ ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.